ഇനി നമുക്ക് മഷ്റൂം മസാല തയ്യാറാക്കിയെടുക്കാം. മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിനെയും കുറച്ച് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഒരു 5 മിനിറ്റ് ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു തക്കാളി ഇട്ട് കൊടുക്കുവാണ്. തക്കാളി ഈ പരുവത്തിലായി കഴിയുമ്പോൾ മഷ്റൂം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നമക്കി വെച്ച് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കും. തുറന്നു നോക്കാം. മഷ്റൂമിൽ നൂറി വരുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇത് വേവുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് ഓപ്ഷനിലാണ്. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും കഴിക്കാം. വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ.